കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കുരുമുളക് സ്പ്രേ പ്രയോഗത്തിന്റെയും കത്തിക്കുത്തിന്റെയും കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. കുരുമുളക് സ്പ്രേ അടിച്ചതും വടിവാൾ വീശിയതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. രാത്രിയിൽ നടന്ന ഗാനമേളയ്ക്കിടെയാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 6 പേർക്ക് പരിക്കേറ്റിരുന്നു. സനോജ് ഉണ്ട് വിശദാംശങ്ങളുമായി. സനോജ്, വളരെയധികം കോട്ടയത്തെ തിരുനക്കരയിൽ ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് വളരെയധികം ആഘോഷമാണ്. അത്രയധികം ആളുകൾ എത്തുന്ന ഒരു ഉത്സവമാണ്. അവിടെയാണ് ഇങ്ങനെ രാത്രി ഗാനമേളയ്ക്കിടയിൽ ഇങ്ങനൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അപകടത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായി പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു കൂടുതൽ വിശദാംശങ്ങൾ? ഞായറാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അതിന്റെ തൊട്ടടുത്ത ദിവസം ഇന്നലെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഈ കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുന്നതിന്റെയും വടിവാൾ വീശുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകാലഘട്ടങ്ങളിൽ ലഹരി അടിമകളായിട്ടുള്ള ഒരുപറ്റം യുവാക്കൾ ബോധപൂർവമായി ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന വേളയിൽ അവിടെ എത്തുകയും സംഘർഷം സൃഷ്ടിക്കുകയും പോലീസ് പിന്നീട് ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത് ഒരു പതിവ് സംഭവമായിരുന്നു. ഇത്തവണയും ആ പതിവ് തെറ്റിയില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാനമേളയിൽ പലതവണ ഒന്നിലേറെ തവണ അടിയുണ്ടാവുകയും പോലീസ് ലാത്തി ചാർജ് നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ച രാത്രിയിലും ഇത്തരത്തിലുള്ള അനർത്ഥ സംഭവം ഉണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടാലറിയാവുന്ന നിരവധി പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാരണം ഈ വടിവാൾ പ്രയോഗവും കുരുമുളക് സ്പ്രേ പ്രയോഗവും മൂലം പരിക്കേറ്റ ആറോളം പേർ ചികിത്സയിൽ കിടക്കുന്നുണ്ട്. ചികിത്സയിൽ കിടക്കുന്ന ആളുകളുടെ മൊഴി പ്രകാരമാണ് കണ്ടാലറിയാവുന്നവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ലഹരി സംഘങ്ങൾ തമ്മിലുള്ള പരസ്പരം ഏറ്റുമുട്ടലായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ളതാണ് പോലീസിന്റെ നിരീക്ഷണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളായിട്ടുള്ള ആളുകളുടെ അടിയന്തരമായി സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് കോട്ടയം വെസ്റ്റ് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ തിരുനക്കര ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിവ് രീതിയിൽ ഇത്തവണയും ആക്രമണ സംഭവങ്ങൾ നടത്തുന്ന ആളുകൾ എത്തി പ്രശ്നങ്ങൾ ബോധപൂർവം ഉണ്ടാക്കി എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. സനോജ്, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നവർ അത്രയും പേരും തന്നെ ഈ ഒരു സമീപവാസികൾ തന്നെയാണോ, പ്രദേശവാസികളെയാണോ ഇപ്പോൾ ഇത്തരത്തിൽ കണ്ടാലറിയാവുന്നവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? കോട്ടയം നഗരത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ തന്നെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു. കോട്ടയത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് തിരുനക്കര ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറയപ്പെടുന്നത് 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷപൂർവ്വം നടത്തുന്ന ഉത്സവമാണ്. തിരുനക്കര പകൽപ്പൂരം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ പകൽപ്പൂരത്തിന്റെ ദിവസങ്ങളിൽ അന്ന് ശക്തമായ മഴ പെയ്തതുകൊണ്ട് തന്നെ കാര്യമായ പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഗാനമേള ഉണ്ടായത്. ആ ഗാനമേള സമയത്താണ് ഇത്തരത്തിൽ കുരുമുളക് സ്പ്രേ ചെയ്തതിനു ശേഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ക്രിമിനൽ സംഘം ആ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും വടിവാൾ പ്രയോഗം നടത്തുകയും ചെയ്തത്. അമ്പലത്തിന്റെ പരിസര പ്രദേശത്തുള്ള തിരുനക്കര മൈതാനത്ത് വിപുലമായ പരിപാടികൾ, മറ്റ് ആഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ആ പരിപാടി നടക്കുന്ന ഇടത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ശരി, വ്യക്തമാണ് സനോജ്.